അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSF വിസ്ഡം ഹദീസ് ക്ലാസ് 100. عن ابن مسعود رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول نظر الله امرأ سمع منا شيئا فبلغه كما سمعه فرب مبلغ أوعى من سامع. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നല്ലറല്ലാഹു ഇംറഅൻ, അല്ലാഹു തആല ഒരു മനുഷ്യനെ മുഖപ്രസന്നതയുള്ളവനും സന്തോഷമുള്ളവനുമാക്കിയിരിക്കുന്നു, സന്തോഷവാനാക്കിയിരിക്കുന്നു. എങ്ങനെയുള്ള മനുഷ്യനാണ്? സമിഅ മിന്നാ ഷൈഅൻ, അവൻ നമ്മിൽ നിന്ന് വല്ലതും കേട്ടു, ഹദീസുകൾ കേട്ടു, നമ്മുടെ ഹദീസ് കേട്ടു അവൻ. എന്നിട്ട് ഫബല്ലഗഹു, അത് മറ്റുള്ളവർക്ക് അവൻ എത്തിച്ചു കൊടുത്തു, അതിനെ ഷെയർ ചെയ്തു. കമാ സമിഅഹു, അവൻ കേട്ടതുപോലെ തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു. അതിൽ പൊടിപ്പും തൊങ്ങലും ചേർക്കാതെ, അല്ലെങ്കിൽ അവന്റെ വക കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതെ ഹദീസുകൾ കേട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു, അതിനെ ഷെയർ ചെയ്തു. അങ്ങനെയുള്ള ഒരു മനുഷ്യനെ അല്ലാഹു തആല സന്തോഷവാനും മുഖപ്രസന്നതയുള്ളവനുമാക്കിയിരിക്കുന്നു. അല്ലാഹു തആല അവന് പ്രത്യേകമായിട്ട് മുഖത്ത് പ്രകാശം നൽകുന്നതാണ്, ദുനിയാവിലും ആഖിറത്തിലും നൽകുന്നതാണ്. റുബ്ബ മുബല്ലഗിൻ, എത്ര മുബല്ലഗ് ആണ്. ഔ ആമിൻ സാമി, സാമിയിനേക്കാൾ മനഃപാഠമാക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത എത്ര മുബല്ലഗ് ഉണ്ട്. സാമി എന്ന് പറഞ്ഞാൽ ഹദീസ് നേരിട്ട് കേട്ട് റിപ്പോർട്ട് ചെയ്യുന്നയാൾ. മുബല്ലഗ് എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് അത് ലഭിക്കുന്നയാൾ. അപ്പോ ഉസ്താദിനേക്കാൾ കൂടുതൽ മനഃപാഠമാക്കാനും മനസ്സിലാക്കാനും കഴിവുള്ള എത്ര ശിഷ്യന്മാരും ഉണ്ട്. അതുകൊണ്ട് കിട്ടുന്നവർ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. നമുക്ക് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ ആ ആശയം കൂടുതൽ വിശാലമായിട്ട് തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിന് കഴിയും. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ നമ്മൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കണം. അതിനൊരുപാട് മഹത്വമുണ്ട്, ഒരുപാട് പവറുണ്ട്. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ആഖിറത്തിൽ വരുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിക്കും. നാം മറ്റുള്ളവരിൽ നിന്ന് വ്യതിരിക്തനായി, ഒരു പ്രസന്നവദനായി, നമ്മൾ എല്ലാവർക്കുമിടയിൽ പ്രക്ഷോഭിതനായിട്ട് കാണപ്പെടും. ഹദീസുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കും.